നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വഞ്ചിക്കടവിലെ കുളവാഴയും ചണ്ടിയും നീക്കാൻ ഡജർ എത്തി. കുടിവെള്ളമില്ലാത്തതിൽ പ്രതിഷേധിച്ച് BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി ധർണ നടത്തി. കണ്ടശങ്കടവ് സൗഹൃദ തീരത്ത് വെള്ളം ഉയർന്നതിനാൽ അപകട ഭീഷണി. വാർത്തകൾ വിശദമായി. മണലൂർ ഹൈലെവൽ കനാലിലെ വെള്ളം മുഴുവനും വന്നുചേരുന്ന ഏനാമാവ് റെഗുലേറ്റർ ഫേസിലെ വഞ്ചിക്കടവിൽ നിറഞ്ഞുകിടക്കുന്ന കുളവാഴയും ചണ്ടിയും നീക്കം ചെയ്യാൻ ആധുനിക രീതിയിലുള്ള ഡ്രജർ എത്തി. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു യന്ത്രം ഉപയോഗിച്ച് കുളവാഴയും ചണ്ടികളും നീക്കം ചെയ്യുന്നത്. ബോട്ട് പോലെ ഇത് വെള്ളത്തിലൂടെ നീങ്ങും, കരയിലും പ്രവർത്തിപ്പിക്കാം. കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിൽ അകപ്പെട്ട് ഗംഗാവലി പുഴയിൽ മുങ്ങിപ്പോയ കോഴിക്കോട് സ്വദേശി അർജുന്റെ ലോറിയെടുക്കാൻ ഈ യന്ത്രം തൃശൂരിൽ നിന്ന് എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും പുഴയിലെ ഒഴുക്ക് ശക്തമായതിനാൽ കൊണ്ടുപോയില്ല. തുടർന്നാണ് പുഴയ്ക്കൽ ശോഭ സിറ്റി ഭാഗത്തു നിന്ന് ഏനമാവ് റെഗുലേറ്ററിലേക്ക് വരുന്ന 100 അടി വീതിയുള്ള ഫേസ് കനാലിലെ കോട്ടച്ചാൽ ഭാഗത്തെ ചണ്ടിയും കുളവാഴയും നീക്കം ചെയ്യാൻ 3 ദിവസം മുമ്പ് ഡ്രജർ ഇറക്കിയത്. ഈ കനാലിലെ അടാട്ട്, അരിമ്പൂർ, ചാലാടി, പുത്തൻകോൾ പാടം, ത്രിവേണി സംഗമം എന്നിയിടങ്ങളിലെ തടസ്സങ്ങൾ നീക്കിയാണ് ഇന്നലെ വൈകിട്ട് വഞ്ചിക്കടവിൽ എത്തിയത്. 6 മീറ്റർ നീളമുള്ള 2 കാലുകളിൽ വെള്ളത്തിൽ ഉറപ്പിച്ചു നിർത്തി 180 ഡിഗ്രിയിൽ തിരിക്കാവുന്ന ഹിറ്റാച്ചി രീതിയിലുള്ള ബക്കറ്റിൽ കുളവാഴയും ചണ്ടിയും മറ്റു മാലിന്യങ്ങളും കോരിയെടുത്ത് കരയിലിടുകയോ തട്ടിയൊഴിക്കുകയോ ചെയ്യുന്നതാണ് ഈ രീതി. കനാലിലെ തടസ്സങ്ങളും മറ്റും പുഴയിലെ മണ്ണ് മാറ്റി ആഴം കൂട്ടും. ഇതിനു പുറമെ പുതിയ തോട് നിർമ്മിക്കും. തരിശായി കിടക്കുന്ന പാടത്ത് ചാലുകളും ബണ്ടുകളും നിർമ്മിക്കുകയും ചെയ്യും. RKY പദ്ധതിയിൽ നിന്നും VS സുനിൽകുമാർ മന്ത്രിയായിരുന്ന കാലത്താണ് ഡ്രജർ വാങ്ങാൻ തീരുമാനിച്ചത്. വലപ്പാട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഏറെക്കാലമായി കുടിവെള്ളം ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി കേരള ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് പ്രതിഷേധ ധർണ നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പൂരാടൻ ഉദ്ഘാടനം ചെയ്തു. പരാതി നൽകിയിട്ടും ഈ പരാതിയിന്മേൽ ഒരു നടപടിയെടുക്കുവാനോ ശുദ്ധജലത്തിന്റെ വിതരണം കാര്യക്ഷമമായി നടത്തുവാനോ വാട്ടർ അതോറിറ്റിയും ഇവിടുത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയറും തയ്യാറാവുന്നില്ല. ഇതിന് ഒരു വ്യക്തമായിട്ടുള്ള മറുപടിയോ വെള്ളം ശുദ്ധജലം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടിയോ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയുള്ള സമരത്തിന്റെ രൂപവും ഭാവവും മാറുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക്. BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു കൊട്ടുക്കൽ അധ്യക്ഷനായി. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ധനീഷ് മടത്തിപ്പറമ്പിൽ, BJP നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി സേവ്യൻ പള്ളത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റ് KV അരുണഗിരി, 2ാം വാർഡംഗം രശ്മി ഷിജോ, BJP തളിക്കുളം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മണികണ്ഠൻ, ഉണ്ണികൃഷ്ണൻ കുണ്ടായിൽ, മഹിളാ മോർച്ച മണ്ഡലം സെക്രട്ടറി സുധി ധനീഷ്, വലപ്പാട് മഹിളാ മോർച്ച പ്രസിഡന്റ് പ്രിയങ്ക, ഷൈര സദാശിവൻ, അജിത് കാരയിൽ തെക്കൂട്ട്, ബാബുരാജ് വാലിപ്പറമ്പിൽ, TR സുരേഷ് എന്നിവർ സംസാരിച്ചു. കനോലി കനാൽ നിറഞ്ഞു കവിഞ്ഞതോടെ കണ്ടശങ്കടവ് സൗഹൃദ തീരത്തിനോട് ചേർന്ന് വെള്ളം ഉയർന്നു വരുന്നു. വിനോദസഞ്ചാരികളെ കാത്തുകിടക്കുന്ന ബോട്ടുകളും ചെറുവഞ്ചികളും നിർത്തിയിട്ടിരിക്കുന്നതിന് സമീപം വെള്ളം സംരക്ഷണ ഭിത്തി കവിഞ്ഞ് തീരത്തേക്ക് എത്തുന്ന അവസ്ഥയാണുള്ളത്. നിരവധി ആളുകൾ മീൻ പിടിക്കുന്നതിനായി ഇവിടെ എത്തുന്നത്. ധാരാളം മത്സ്യങ്ങളെ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഇതിന്റെ മറുവശത്തായി അപകടകരമായ രീതിയിൽ തെങ്ങിൽ നിന്ന് പുഴയിലേക്ക് എടുത്തുചാടി നീന്തി തുടിക്കുന്നവരെയും കാണാം. അടിയൊഴുക്കിൽപ്പെട്ടാൽ ഇവരുടെ ജീവന് തന്നെ അപകടമാണ്. ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് നാട്ടുകാർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചെമാപ്പള്ളി ശിവജി നഗറിൽ കേരള വിഷന്റെ കേബിളുകൾ കത്തിനശിച്ചു. KSEB ലൈനിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് കേബിളുകൾ കത്തിയത്. ഞായറാഴ്ച രാത്രി 7-നാണ് സംഭവമുണ്ടായത്. വാടനപ്പള്ളി ബീച്ച് റോഡിലെ തെക്കേ ജുമാ മസ്ജിദിന് സമീപത്തെ റോഡിലെ വെള്ളക്കെട്ട് യാത്രക്കാർക്ക് ദുരിതമായി.
വാടാനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഇസ്ര, മദ്രസ എന്നീ സ്ഥാപനങ്ങളിലെ 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ വഴി ദിവസവും കടന്നുപോകുന്നത്. ദിവസങ്ങളായി കെട്ടിക്കിടക്കുന്ന ഈ മലിനജലത്തിലൂടെയുള്ള യാത്ര അപകടകരവും ദുഷ്കരവുമാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. മഴക്കെടുതിയിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുമ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വിദ്യാർത്ഥികളെ വലയ്ക്കുന്നുണ്ട്. വർഷങ്ങളായി എല്ലാ മഴക്കാലത്തും ഇവിടെ ഇതേ അവസ്ഥയാണ് ഉള്ളത്. പലതവണ പരാതിപ്പെട്ടെങ്കിലും അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ ആരോപിച്ചു. എടമട്ടം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ഭരണം നിലനിർത്തി. 11 ഭരണസമിതിയിലേക്ക് ജനറൽ വിഭാഗത്തിൽ കരീം പൊക്കാക്കില്ലത്ത്, KK രവി, ശരത് KH, ശോഭ സുബിൻ, KL റോഡക്സ് എന്നിവരും, വനിതാ വിഭാഗത്തിലേക്ക് അമ്പിളി പ്രവീൺ, ലിഷ ടീച്ചർ എന്നിവരും, 40 വയസ്സിന് താഴെയുള്ള വനിതാ വിഭാഗത്തിലും നിക്ഷേപ വിഭാഗത്തിലും ശ്രീകല, അരുൺ ശശി, KS ഷാജു എന്നിവർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ UR രാഗേഷും 40 വയസ്സിന് താഴെയുള്ള ജനറൽ വിഭാഗത്തിൽ അജ്മൽ ഷെരീഫ് എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് നടന്ന അനുമോദന ചടങ്ങിൽ ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ TU ഉദയൻ, വർക്കിംഗ് ചെയർമാൻ സുമേഷ് പാനാട്ടിൽ, കൺവീനർ KN അലി, ജോയിന്റ് കൺവീനർ ദിനേശൻ മാസ്റ്റർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് മാസ്റ്റർ, DCC ജനറൽ സെക്രട്ടറി VR വിജയൻ, VA ഫിറോസ്, ഫാത്തിമ സലീം, ഷിബ പ്രദീപ്, വൈശാഖ് വേണുഗോപാൽ, ഉണ്ണി മാസ്റ്റർ, IV രാജീവ് എന്നിവർ സംസാരിച്ചു. ഒരു കാര്യം നിങ്ങൾക്ക് ഒരു സംശയവുമില്ലാതെ ഉറപ്പു തരികയാണ്, ജനങ്ങൾക്കാണ് പ്രാധാന്യം, ജനങ്ങൾക്കാണ് ബാങ്കിൽ പ്രാധാന്യമുണ്ടാകുക, ബാങ്കിലെ സഹകാരികൾക്ക് പ്രാധാന്യമുണ്ടാകുന്ന ഒരു ബാങ്കായി ഈ ബാങ്കിനെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ബാങ്കായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഏറെ സന്തോഷത്തോടു കൂടി അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം. അത് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്നത്. പേബ്ല നെരൂദ എന്ന് പറയുന്ന പ്രസിദ്ധനായ തത്വചിന്തകന്റെ ഒരു വാക്കുണ്ട്, ഞാനത് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അത് ഇങ്ങനെയാണ്: ചില പൂക്കളുകൾ ഇറുത്തു മാറ്റുവാൻ കഴിയുമായിരിക്കും, പക്ഷേ ഒരു വസന്തകാലത്തിൻ്റെ വരവിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. പ്രിയപ്പെട്ട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി സന്തോഷ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ, വർക്കിംഗ് ചെയർമാനായി പ്രിയപ്പെട്ട എൻ്റെ സഹോദരൻ 24 മണിക്കൂറും പ്രവർത്തിച്ച് ഈ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുത്ത സുമേഷ് പാനാട്ടിൻ്റെ നേതൃത്വത്തിൽ വലപ്പാട് പഞ്ചായത്തിലെ പ്രവർത്തകർക്ക് നേതൃത്വം കൊടുത്തപ്പോൾ ഒരു വസന്തമായി ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് വരികയാണ്. വർണ്ണവിനെ താൻ ഏറെ ആഗ്രഹിച്ച കുട്ടി ബൈക്ക് ഇപ്പോൾ വേണ്ട. അതിനായി സ്വരൂപിച്ച തന്റെ കാശുകുടുക്കയിലെ സമ്പാദ്യം മുഴുവൻ വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകി. വയനാട്ടിലെ കരളലിയിക്കുന്ന കാഴ്ചകൾ മാധ്യമ കണ്ടാണ് തന്റെ സമ്പാദ്യം അവർക്ക് നൽകാൻ വർണ്ണവ് തീരുമാനിച്ചത്. ഈ ആഗ്രഹം തന്റെ അച്ഛമ്മ ലതയോട് പറഞ്ഞു. അവരാണ് പെരിങ്ങോട്ടുകരയിലെ നെഹ്റു സ്റ്റഡി സർക്കിൾ കൾച്ചറൽ ഫോറം ഭാരവാഹികളെ വിവരമറിയിച്ചത്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പാച്ചോ കാശെടുക്കാൻ പൈസ കൊടുത്താലോ എന്നാണ്. അപ്പോൾ കൊടുക്കാൻ മാമയെ നമുക്കൊന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാക്കി വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക. പിന്നെ രാവിലെ ടീച്ചറെ വിളിച്ച് പറഞ്ഞു, ടീച്ചറെ സ്കൂളിലേക്ക് ഇന്ന് വല്ല പിള്ളേരെ കൊണ്ടും ടീച്ചർമാരോടും പറഞ്ഞിട്ട് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു നല്ല കുട്ടി. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അയച്ചു വിട്ടോളൂ ടീച്ചർമാർക്ക് വിടാനെന്ന് പറഞ്ഞു. തുടർന്ന് അവർ വീട്ടിലെത്തി തുക സ്വീകരിച്ചു. ചെമ്മാപ്പള്ളി തച്ചമ്പുള്ളി പ്രതിലാൽ സജന ദമ്പതികളുടെ മൂത്ത മകനാണ് 5 വയസ്സുകാരനായ വർണ്ണവ് എന്ന പാച്ചു. ചെമ്മാപ്പള്ളി ALPS സ്കൂളിലെ LKG വിദ്യാർത്ഥിയാണ്. നെഹ്റു സ്റ്റഡി സെന്റർ ചെയർമാൻ ആൻഡോ തൊറയൻ, കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, പോൾ പുലിക്കോട്ടിൽ, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ഇവിടെ തച്ചപ്പള്ളി പ്രതിലാലിൻ്റെയും സജനയുടെയും LKGയിൽ പഠിക്കുന്ന മകനാണ് പാച്ചു. ഇതുവരെ ശേഖരിച്ച 4443 രൂപ വയനാട്ടിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ കൊടുക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞ് തന്നിരിക്കുകയാണ്. അത് സ്വന്തമായിട്ട് ഇപ്പോൾ പാച്ചു തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് TV കാണുമ്പോഴുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട് കണ്ട് അമ്മാമ്മോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ്. കാശുകൊടുക്കയിൽ 4443 രൂപയാണ് ഉണ്ടായിരുന്നത്. ഇടവേള.
അർച്ചന സിൽക്സിൽ തകർപ്പൻ ആടി സെയിൽ. വിചിത്ര പ്ലെയിൻ സിൽക്ക് സാരി 195 രൂപ മാത്രം. ബ്ലൂമിംഗ് പ്ലെയിൻ സാരി 350 രൂപ മാത്രം. ചുരിദാർ മെറ്റീരിയൽ 245 രൂപ. റയോൺ 3 പീസ് സെറ്റ് 345 രൂപ. കോട്ടൺ നൈറ്റികൾ 99 മുതൽ. ടോപ്പുകൾ 100 രൂപ. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 155 രൂപ മുതൽ. ജഗിങ്സ് 89 രൂപ മുതൽ. അജ്രക് കോട്ടൺ ടോപ്പുകൾ 250 രൂപ. ഗാർഡൻ ഷിഫോൺ സാരികൾ 195 രൂപ. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. അർച്ചന സിൽക്സിൽ ആടി തള്ളുപടി. ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ, ഓണം കെങ്കേമമാക്കൂ. തീരദേശത്തിന്റെ വസ്ത്രവിസ്മയം അർച്ചന സിൽക്സിൽ ആടി പെരുമഴ. മികവുറ്റ സ്റ്റാഫുകളുടെ ഹൃദ്യമായ സേവനം. പർച്ചേസ് ചെയ്യൂ അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ ആടി സെയിലിലൂടെ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. ചേട്ടൻ എവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി, പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പം പളവളപ്പം. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. കിഴിപ്പള്ളിക്കര പ്രവാസി അസോസിയേഷൻ UAE ആൻഡ് കേരള ചാപ്റ്റർ ആദരവ് സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ ക്യാഷ് പ്രൈസും മൊമന്റോയും നൽകി ആദരിച്ചു. കൂടാതെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന നിൻഡു മാരാത്തിന്റെ വേർപാടിൽ അനുസ്മരണവും സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തെളിവ് വേറെ ഇല്ല. എന്തായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപ കൊടുക്കുന്ന ഈ പ്രവാസി അസോസിയേഷനെ പ്രത്യേകം അഭിമാനത്തോടുകൂടി ഞാൻ അഭിനന്ദിക്കുന്നു, ആശംസിക്കുന്നു. നമ്മളിപ്പോൾ കുട്ടികൾക്ക് A+ കിട്ടിയ കുട്ടികൾക്ക്, അല്ലെങ്കിൽ മിടുക്കരായ നല്ല മാർക്ക് വാങ്ങിച്ച കുട്ടികളെ ആദരിക്കുന്നു. വർഷം ഇത് ചെയ്തു വരുന്നു പ്രവാസി അസോസിയേഷൻ എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ മാർക്ക് കുറഞ്ഞ കുട്ടികളെയും അനുമോദിക്കുന്നു എന്നിവിടെ പറയുകയുണ്ടായില്ലേ. മാർക്ക് കുറഞ്ഞവർക്കൊരു പ്രോത്സാഹനം കൂടിയാണ് ഇതുമാതിരിയുള്ള അനുമോദന ചടങ്ങിൽ അവരെ കൂടി വിളിച്ചുകൊണ്ട് നാളത്തെ വിജയം നിങ്ങളുടേതാണ് എന്ന് ഒരു ആത്മവിശ്വാസം നമ്മൾ കൊടുക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക്. അതോടൊപ്പം ഫുൾ A+ൽ SLCക്കും പിന്നെ +2നൊക്കെ A+ വാങ്ങി നല്ല പ്രശസ്തമായ വിജയം കൈവരിച്ച കുട്ടികളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കിഴിപ്പുള്ളിക്കര ചാരിറ്റബിൾ ട്രസ്റ്റിൽ വെച്ച് നടന്ന ചടങ്ങിൽ KPA കേരള ചാപ്റ്റർ പ്രസിഡന്റ് മോഹനൻ തേവർക്കാട്ടിൽ അധ്യക്ഷനായി. KPA സെൻട്രൽ കമ്മിറ്റി രക്ഷാധികാരി നൌഫൽ പൂവാംപറമ്പിൽ നിൻഡു മാരാത്തിന്റെ വേർപാടിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ KPA സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് യൂനസ് തെരുവത്ത്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഔസേബ് തിപ്പിരിയാത്ത്, ഡോക്ടർ ഷമീർ പൂവാംപറമ്പിൽ എന്നിവർ നൽകി.
KPA കേരള ചാപ്റ്റർ സെക്രട്ടറി അബ്ദുൾ അസീസ്, താന്യം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മിനി ജോസ്, ജിനൻ മാരാത്ത്, ഉഷ സദാശിവൻ, ബഷീർ ബാവ എന്നിവർ സംസാരിച്ചു. ലിജി, ഷാജഹാൻ, ഫൈസൽ, ഉസ്മാൻ എന്നിവർ നേതൃത്വം നൽകി. വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപ നൽകുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ICDS സൂപ്പർവൈസർ KR വൈദേഹിക്ക് വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടി പ്രവർത്തകർ യാത്രയയപ്പ് നൽകി. 13-ാം വാർഡിലെ 42 നമ്പർ അങ്കണവാടിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ KB ഷീജ, NS മിനി, അങ്കണവാടി പ്രവർത്തകരായ ലതിക, വിശ്വഭാരതി, സുബി, ഗിരിജ, വിനീത, ഉഷാകുമാരി, CP അനിത, കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ ശ്രീരേഖ എന്നിവർ സംസാരിച്ചു. 2018-ൽ തളിക്കുളം ICDSൽ ജോലിയിൽ പ്രവേശിച്ച KR വൈദേഹി 2021 മുതലാണ് വാടാനപ്പള്ളിയിൽ ICDS സൂപ്പർവൈസറായി ചാർജ് എടുത്തത്. പ്രസ്തുത കാലയളവിൽ അങ്കണവാടിയുമായി ബന്ധപ്പെട്ടും ജനകീയ ആസൂത്രണ പദ്ധതികളുമായും നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രവർത്തകർ അനുസ്മരിച്ചു. ലഘുഭക്ഷണത്തിനു ശേഷം കലാപരിപാടികളുണ്ടായി. കേരള കർഷക സംഘം മണലൂർ ഏരിയ സ്പെഷ്യൽ കൺവെൻഷൻ മുല്ലശ്ശേരിയിൽ നടന്നു. കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TV ഹരിദാസൻ, CPM ഏരിയ സെക്രട്ടറി CK വിജയൻ, മുല്ലശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് AK ഹുസൈൻ, സെക്രട്ടറി VN സുർജിത്ത്, ട്രഷറർ K രാകേഷ് എന്നിവരെ തെരഞ്ഞെടുത്തു. ഖത്തർ പെരിങ്ങോട്ടുകര മുസ്ലിം റിലീഫ് കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ താക്കോൽ ദാനം പെരിങ്ങോട്ടുകര മഹല്ല ഖത്തീബ് ഷക്കീർ ഫൈസി നിർവഹിച്ചു. وحبيبنا ومعشوقنا ومنجينا وهادينا ومرشدنا وقرة أعيننا وثمرة فؤادنا ومصطفانا محمد صلى الله عليه وسلم. സ്നേഹം മനസ്കരായ ഓരോ പ്രവാസികളും ഒത്തൊരുമിച്ച് ചേർന്ന് എല്ലാവിധത്തിലുള്ള സന്തോഷത്തോടെ ഇങ്ങനെ ഒരു വലിയ സംരംഭം ഇവിടെ നടത്തുന്നത് നിന്റെ അടുക്കൽ വലിയ പ്രതിഫലം നൽകുന്നതാക്കണേ അല്ലാഹ്. റിലീഫ് കമ്മിറ്റി പ്രസിഡന്റ് നൌഷാദ് അധ്യക്ഷനായി. സെക്രട്ടറി ഖാദിർ ഫിൽഫില, രക്ഷാധികാരി അഷ്റഫ് അമ്പലത്ത്, യാറത്തിങ്കൽ മഹല്ല് പ്രസിഡന്റ് ബഷീർ ഓരിപ്പറമ്പിൽ, ദുബായ് വെൽഫെയർ രക്ഷാധികാരി റഹ്മാൻ പതിപ്പറമ്പത്ത്, കുഞ്ഞി മുഹമ്മദ് തുളുവഞ്ചേരി, മുത്തേടത്തറ മഹല്ല് പ്രസിഡന്റ് അബ്ദുള്ള കുട്ടി പൂവാമ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. അത് ഞങ്ങൾ ഇവിടെ നമ്മളെ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഒരു ദുആട് കൂടിയിട്ട് ഞങ്ങളത് നിർവഹിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ കൂടിയിട്ടുള്ള എല്ലാവരും പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്താം. ആ സഹോദരന്മാർക്ക് അവരുടെ നിയ്യത്ത് അള്ളാഹുവിന് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈ കൂട്ടായ്മയുടെ വളർച്ചയ്ക്കും വേണ്ടിയിട്ടും നിങ്ങളുടെ എല്ലാവരുടെ ഒരു ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ഒരു ദുആ വസിയത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ദുആ. ഇരുവൃക്കകളും തകരാറിലായ പ്രസാദിന്റെ ചികിത്സാ ചെലവിലേക്ക് കരയാമുട്ടം തുളസി കുടുംബശ്രീ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. കണ്ണോത്ത് പ്രകാശന്റെയും ദേവയാനിയുടെയും മകനായ പ്രസാദ് എന്ന കണ്ണന്റെ ജീവൻ നിലനിർത്തുന്നതിനാണ് തുളസി കുടുംബശ്രീയുടെ ഈ കരുതൽ. വലപ്പാട് 7-ാം വാർഡംഗം അനിത ത്രിദീപ് കുമാർ ബിരിയാണി ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു. തുളസി കുടുംബശ്രീ പ്രസിഡന്റ് രമ്യ ദീപക് അധ്യക്ഷയായി. 8-ാം വാർഡംഗം അജ്മൽ ഷെരീഫ്, CDS ചെയർപേഴ്സൺ സുനിത ബാബു, സ്മിന ശൈലേഷ്, തുളസി കുടുംബശ്രീ സെക്രട്ടറി ശ്രീലത സതീഷ്, സരസ്വതി വലപ്പാട് എന്നിവർ സംസാരിച്ചു. ഷാനി, പ്രേമ, ഷിനി, മണി, ഷബിത, ശൈല, കാഞ്ചന, ബിജി, അനില, ജ്യോതി, രാജി എന്നിവർ നേതൃത്വം നൽകി. വളരെ അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. അതിനുവേണ്ടി എൻ്റെ വാർഡിലെ തുളസി കുടുംബശ്രീ എന്നോട് ഇങ്ങനൊരു ബിരിയാണി ചലഞ്ചിൻ്റെ കാര്യം പറയുകയും അത് അവർ പ്രാവർത്തികമാക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ തന്നാലായതും അണ്ണാകുഞ്ഞും തന്നാലായതെന്ന് പറയില്ല, അതുപോലെ അവർ അതിൽ നിന്ന് കിട്ടുന്ന തുക കണ്ണൻ്റെ സഹായത്തിന് വേണ്ടി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വാർഡിൽ ഒരു കുട്ടിക്ക് കിഡ്നി രണ്ടും പോയിട്ട് അവനും അങ്ങനെ സഹായം ചെയ്ത് അവൻ്റെ അമ്മ കിഡ്നി ദാനം ചെയ്ത് അവൻ നല്ല രീതിയിൽ ഇപ്പോൾ ജീവിച്ചു പോരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കണ്ണനും നല്ല ആരോഗ്യത്തോടു കൂടി കിഡ്നി മാറ്റി വെച്ച് നമ്മളെ മുന്നിലൂടെ നടക്കുന്നത് നമുക്ക് കാണണം.
അതിനു വേണ്ടിയാണ് എല്ലാവരുടെ സഹായങ്ങളും കണ്ണന് കിട്ടുന്നുണ്ട്. കർഷക ദിനത്തോടനുബന്ധിച്ച് ചിങ്ങം 1 വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിക്കുന്നു. കേര കർഷകൻ, സമ്മിശ്ര കർഷകൻ, പച്ചക്കറി കർഷകൻ, വനിതാ കർഷക, SC വിഭാഗത്തിൽപ്പെട്ട കർഷകൻ, യുവ കർഷകൻ, ക്ഷീരകർഷകൻ, കർഷക തൊഴിലാളി, ജൈവ കർഷകൻ, മുതിർന്ന കർഷകൻ, വിദ്യാർത്ഥി കർഷകൻ, മത്സ്യ കർഷകൻ, കർഷക ഗ്രൂപ്പുകൾ, കൃഷിക്കൂട്ടങ്ങൾ, മികച്ച സ്ഥാപനം എന്നീ വിഭാഗങ്ങളിലെ കർഷകയെയും കർഷകനെയുമാണ് ആദരിക്കുന്നത്. അപേക്ഷകർ തങ്ങളുടെ കൃഷിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തി വെള്ളപ്പേപ്പറിൽ അപേക്ഷ തയ്യാറാക്കി ആഗസ്റ്റ് 9 വലപ്പാട് കൃഷിഭവനിൽ സമർപ്പിക്കണം. വടനപ്പള്ളി തൃത്തല്ലൂരിൽ മണ്ടേല ആർട്സ് എന്ന ചിത്രകലാ സ്ഥാപനം നടത്തിയിരുന്ന ആർട്ടിസ്റ്റ് രമേശ് മണ്ടേല അന്തരിച്ചു. 52 വയസ്സായിരുന്നു. തൃത്തല്ലൂർ പടിഞ്ഞാറ് ഓസാമുക്കിൽ പരേതനായ ചെമ്പാപ്പുള്ളി ചാത്തൻ്റെയും വള്ളിയമ്മയുടെയും മകനാണ്. ഓയിൽ പെയിന്റിംഗ്, ഗൺ പെയിന്റിംഗ്, സെറ്റ് ഡിസൈനിംഗ്, ബസ് കളർ ഡിസൈനിംഗ്, ക്രാഫ്റ്റ് മേക്കിംഗ്, ഇന്റീരിയർ ഡിസൈനിംഗ് എന്നിവയിൽ മികവ് തെളിയിച്ച കലാകാരനായിരുന്നു. ഭാര്യ മിനി, മക്കൾ നിരഞ്ജൻ, ധനഞ്ജയൻ, സഹോദരങ്ങൾ ദേവദാസ്, ഗിരീഷ്, രേണുക, രമ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വഞ്ചിക്കടവിലെ കുളവാഴയും ചണ്ടിയും നീക്കാൻ ഡജർ എത്തി. കുടിവെള്ളമില്ലാത്തതിൽ പ്രതിഷേധിച്ച് BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി ധർണ നടത്തി. കണ്ടശകടവ് സൗഹൃദ തീരത്ത് വെള്ളം ഉയർന്നതിനാൽ അപകട ഭീഷണി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.